ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഒരു സാഹചര്യം വരികയാണ്. നിങ്ങൾ ചെയ്യാത്ത ഒരു കുറ്റം നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെടുകയാണ്. ഇത്തരത്തിൽ ആരോപണം ഉയർത്തുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കാമുകൻ, കാമുകി, ഇവരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഒരു 5-6 വർഷത്തെ ബന്ധമാണ് ഇവരുമായിട്ട് നിങ്ങൾക്കുള്ളത്. പക്ഷേ ഇവരാരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല. അതുപോലെ നിങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള തെളിവുകളും ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ കയ്യിലില്ല. ഇത്തരത്തിലൊരു സന്ദർഭം പലരും ഫേസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് ഈ വിശ്വസിക്കാത്ത ആളുകൾക്ക് നേരെ എക്സ്പ്ലനേഷൻ, അവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവർ കൃത്യമായ രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഒരാളെ മനസ്സിലാക്കാൻ ഏറിയാൽ 1 വർഷം തന്നെ ധാരാളമാണ്. ഒരാളെ പറ്റി മനസ്സിലാക്കാൻ കൃത്യമായി നിരീക്ഷിച്ചാൽ 1 വർഷം തന്നെ ധാരാളമാണ്. അയാളിലെ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഈ 1 വർഷം കൊണ്ട് തന്നെ സാധിക്കും. ഏതെങ്കിലും ഒരു കുറ്റം അയാളിന്മേൽ ആരോപിക്കപ്പെട്ടാൽ അത് അയാൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത്രയും നമ്മളെ മനസ്സിലാക്കിയ ഒന്നിലധികമോ വ്യക്തികൾക്ക് മുന്നിൽ സത്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ആ കുറ്റം ചെയ്യത്തില്ലെന്ന് ആ വ്യക്തികൾക്ക് വളരെ നന്നായിട്ടറിയാം. നമ്മൾ നിരപരാധിയാണെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം. അവർ നമ്മുടെ കൂടെ നിൽക്കും. ഇനിയും ഒത്തിരിയും വർഷമായിട്ടും കൂടെ ഉണ്ടായിരുന്നിട്ടും, കൈപിടിച്ച് നടന്നിട്ടും, തോളേക്കായിട്ട് നടന്നിട്ടും നിങ്ങൾക്ക് ഒരു വിശദീകരണം കൊടുക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവർ നിങ്ങളെ അത്രയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഉള്ളവർക്ക് മുന്നിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നിരപരാധിത്വം വിശദീകരിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ അവിടെ നശിക്കുന്നത് നിങ്ങളുടെ വില തന്നെയാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, നിങ്ങളെ മനസ്സിലാക്കിയവർ ആദ്യം നിങ്ങളുടെ കൂടെ നിന്ന ശേഷം അവരെ പിന്നീട് നിങ്ങളോട് വിശദീകരണം അന്വേഷിക്കും. അല്ലാതെ നിങ്ങൾക്ക് എതിരെ നിന്നിട്ടായിരിക്കില്ല അവർ വിശദീകരണം അന്വേഷിക്കുക. ഇത് മനസ്സിലാക്കുക. എത്ര വർഷത്തേതുമായിക്കോട്ടെ, എത്ര വലിയ ബന്ധവുമായിക്കോട്ടെ, നിങ്ങളെ വിശ്വസിക്കാത്തവർക്ക് മുന്നിൽ നിങ്ങൾ ഒരിക്കലും എക്സ്പ്ലനേഷൻ കൊടുക്കരുത്. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് മാത്രം പറയുക. അല്ലാതെ വിശദീകരിക്കാൻ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കൃത്യമായി ഒന്ന് നിരീക്ഷിച്ചാൽ നമ്മളിൽ പലരും ചെയ്യുന്ന, നമ്മുടെ തന്നെ വില കളയുന്ന ഒരു വലിയ തെറ്റ് തന്നെയാണിത്. ഈ എതിരെ നിന്നവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സിലാവും നിങ്ങൾ നിരപരാധികളാണ്. പക്ഷേ അപ്പോൾ അവർ മടങ്ങി വരികയാണെങ്കിൽ ഒന്നെങ്കിൽ അവരെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.